ഈ നാലഞ്ച് ചെറുപ്പക്കാരെന്നുള്ള കഥ, ആ പുസ്തകം GR ഇന്ദുബാബുവിൻ്റെ പുസ്തകം എൻ്റെ അനുഭവമാണ്. അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ കൊല്ലത്ത് കൂട്ടായി നടന്നൊരു കാലത്ത്, നമ്മുടെ യൗവനകാലത്ത് ഞങ്ങൾ കല്യാണം നടത്താൻ പോയൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഈ ചെറുപ്പക്കാരെന്നുള്ള നോവലായി പുള്ളി മാറും. ഈ PP അജേഷിനെ ഞങ്ങളവിടെ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം പൊന്നുമായിട്ട് പെണ്ണ് പോകുന്നിടം വരെ ഉള്ളൂ ഞങ്ങളുടെ ജീവിത അനുഭവം. അതിനുശേഷമുള്ളതെല്ലാം GR ഇന്ദുബാബുവിൻ്റെ ക്രിയേഷനായിരുന്നു, പുള്ളിയുടെ സൃഷ്ടിയായിരുന്നു. അതുവരെയുള്ള ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പൊന്നുമായിട്ട് പോകുന്നിടം വരെയുള്ള രാത്രി മാത്രമേ ഞങ്ങളുടെ അനുഭവമുള്ളൂ. അതിനുശേഷം ഈ പൊന്നുമായിട്ട് പെണ്ണ് എങ്ങോട്ട് പോയി, അത് തലവെട്ടിച്ചിറ എന്നൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടേക്ക് അജേഷ് എങ്ങനെ എത്തുന്നു, അതെല്ലാം GR ഇന്ദുബാബുവിൻ്റെ ക്രിയേഷനായിരുന്നു. അപ്പോൾ ആ പുസ്തകം നമ്മൾ എടുത്തിട്ട്, ഇപ്പം എന്നെ സംബന്ധിച്ചോളം പുസ്തകം 1000 പുസ്തകം 1000 പേര് വായിക്കുന്നു. 1000 പേരുടെ കാഴ്ച 1000 പേരുടെ കാഴ്ചയാണ്. അപ്പം എൻ്റെ കാഴ്ചയാണ് പൊന്മാനായത്. അപ്പം സാഹിത്യം സിനിമയാകുമ്പം ഈ വായിക്കുന്നവരെ എല്ലാവരും കാഴ്ചയ്ക്ക് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ കാഴ്ച അവർ വായിച്ചതിനും മേളിൽ പോയതുകൊണ്ട് മാത്രമാണ് പൊന്മാൻ എന്ന സിനിമയിൽ ഈ നോവൽ വായിച്ചവർ അതിനെ കുറ്റം പറയാത്തത്. അപ്പം ആ പുസ്തകത്തോളം മേളിൽ പോയിട്ട് ഒരു സിനിമയില്ല, എന്നാൽ പുസ്തകത്തിന് താഴെ പോയാലും ഒരു സിനിമയില്ല. അപ്പം എഴുതിയ മനുഷ്യൻ്റെ ആ വൈകാരികത ഓഡിയൻസ് വായിക്കുന്ന പോലെ തന്നെ സിനിമയാകുമ്പോഴും കാണണം എന്നൊരു നിർബന്ധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു സിനിമ പൊന്മാനിലൂടെ ചെയ്തത്. അത് എഴുത്തുകാരനും നമ്മൾ ദോഷമുണ്ടാക്കിയില്ല, കാഴ്ചക്കാരനും ദോഷമുണ്ടാക്കിയില്ല, ആർക്കും ദോഷമുണ്ടാക്കിയില്ല. എന്തായാലും നല്ലൊരു സിനിമ ചെയ്ത സംതൃപ്തിയിലാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. സന്തോഷം.